മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിശദമായ കണക്കുകൾ നൽകാൻ സംസ്ഥാനം വൈകിയെന്നാണ് വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ മറുപടിയിലെ കുറ്റപ്പെടുത്തൽ. അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായധനം സംബന്ധിച്ച കണക്കുകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. കഴിഞ്ഞ ദിവസമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സഹായം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രിയങ്ക ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്ത് നൽകിയത്. എന്നാൽ ഏറെ വൈകിയാണ് സംസ്ഥാനം നിവേദനം നൽകിയതെന്ന് പ്രിയങ്ക ഗാന്ധിക്ക് മറുപടി നൽകിയ കേന്ദ്രം വീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. 3.5 മാസത്തിന് ശേഷമാണ് 2219 കോടിയുടെ സഹായം കേരളം ആവശ്യപ്പെട്ടത്. ഇതുവരെ 291 കോടി രൂപയുടെ സഹായം നൽകിയെന്നും കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് സഹായം അഭ്യർത്ഥിച്ചതാണെന്നും കേന്ദ്ര സഹായം പ്രതീക്ഷിക്കുന്നുവെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. കേരളത്തിന് അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കണം എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും ഈ 4 മാസക്കാലമായി അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശവുമില്ല. ആഗസ്റ്റ് 17 കേരളം കൊടുത്ത നിവേദനം എവിടെ പോയി? ആ മെമ്മോറാണ്ടം എവിടെ പോയി? ആ മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിവേദനത്തിന്റെ റിമൈൻഡർ കൊടുത്തല്ലോ, പരിശോധിക്കാം എന്നല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്? ഇതിനിടെ സഹായധനം സംബന്ധിച്ച കണക്കുകളിൽ വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ നീക്കിയിരിപ്പ് സംസ്ഥാന സർക്കാർ അറിയിക്കണം. എത്ര ഫണ്ട് നൽകിയെന്നും ഇനി എത്ര കൊടുക്കുമെന്നും കേന്ദ്രവും വ്യക്തമാക്കണം. സാങ്കേതിക പദപ്രയോഗങ്ങളല്ല നടത്തേണ്ടതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. നാളെ SDRF അക്കൗണ്ട് ഓഫീസർ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്നും ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീകാന്ത്, 24, കൊച്ചി.